അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ മൂന്നാമത്തെ പദ്ധതിയായ കൊടകര കനകമലയിലെ വൃന്ദാവനം പാർക്ക് ശനിയാഴ്ച തുറന്നുകൊടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്രം സ്ഥാപകൻ MSR, വ്യവസായി TS പട്ടാഭിരാമൻ, ചലച്ചിത്ര താരങ്ങളായ കുമാരി ദേവനന്ദ, മാസ്റ്റർ ശ്രീപദ്, തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. ബ്രഹ്മശ്രീ ആമേട വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. RSS പ്രാന്ത് കാര്യവാഹ് PN ഈശ്വരൻ, SS മേനോൻ, KC നരേന്ദ്രൻ, KS പത്മനാഭൻ, R പ്രസന്നകുമാർ, ശശി അയ്യഞ്ചിറ, NP ശിവൻ എന്നിവർ സംബന്ധിക്കും. ഇതിനോടൊപ്പം 1000 കോടി ചിലവിൽ 100 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെന്റർ അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് പദ്ധതിയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക പഠന ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കും ഇതെന്ന് സംഘാടകർ അറിയിച്ചു. ചെയർമാൻ ആമേട വാസുദേവൻ നമ്പൂതിരി, ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചിറ, ട്രസ്റ്റി NP ശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മൂന്നാമത്തെയാണ് നമ്മുടെ കുട്ടികളുടെ പാർക്ക്. ടോട്ടൽ ഇതിനകത്ത് വരുന്നത് 41 പ്രോജക്റ്റാണ്, 41. അതിലെ മൂന്നാമത്തെയാണ് ഇപ്പോൾ ഈ വരുന്ന ഈ പാർക്ക്, ശ്രീകൃഷ്ണ പാർക്ക് എന്നുള്ളത്. അതിൻ്റെ പണികളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ ഇത് ഉദ്ഘാടനം വരുന്ന ഈ 14-ാം തീയതിയാണ്, അതായത് മറ്റന്നാൾ രാവിലെ 7 മണിക്ക് ഇവിടെ ഗോപൂജ തുടങ്ങും. ഏത് പരിപാടി നടക്കുമ്പോഴും ഗോക്കളെ അനുസ്മരിച്ചുകൊണ്ട് ഗോക്കളുടെ പൂജ നടത്തി അവരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ നമ്മൾ തുടങ്ങുള്ളൂ. അപ്പോൾ 7 മണിക്ക് ഗോപൂജ തുടങ്ങും. അതിനോടനുബന്ധിച്ച് 7 മണിക്ക് കഴിഞ്ഞ ആളുകളുടെ പ്രസാദമൊക്കെ വാങ്ങി അവർ ലഘുഭക്ഷണമൊക്കെ കഴിച്ച് കറക്റ്റ് 8:45 നമ്മൾ വിളക്ക് കൊടുക്കും. ഇപ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. 5 യജ്ഞങ്ങളാണ് പ്രധാനമായും സനാതന ധർമ്മത്തിൽ ഉയർത്തിക്കാണുന്നത്. അതിനകത്ത് ബ്രഹ്മയജ്ഞവും ദേവയജ്ഞവും പിതൃയജ്ഞവും ഭൂതയജ്ഞവും അതോടൊപ്പം അതിഥി യജ്ഞത്തിലെല്ലാം പ്രധാനം എന്ന് പറയുന്നത് ഗോദാനവും ഗോപൂജയും അതുപോലെ തന്നെ ഗോക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഞ്ചഗവ്യം. പശുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂത്രം, അതിൻ്റെ ചാണകം, തൈര്, അതുപോലെ പാല്